എല്ലാവർക്കും മൈ പാഷൻ ആൻഡ് മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതെൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ് മെഷർമെൻറ്റ് ചാർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നത്. സെക്കൻഡ് ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നത് പെറ്റിക്കോട്ടായിരുന്നു. തേർഡ് ക്ലാസ് ഇപ്പോൾ സിമ്പിൾ സൈഡ് ഗാദേഡ് ഫ്രോക്ക്. അത് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈഡ് ഗാദേഡ് ഫ്രോക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിന് വേണ്ടി ഫുൾ ലെങ്ത്ത് 27 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഷോൾഡർ ടു മുട്ട് വരെ, ഒന്നില്ലെങ്കിൽ മുട്ട് വരെ എടുക്കാം, അല്ലെങ്കിൽ മുട്ടിൽ നിന്ന് കുറച്ചുകൂടി താഴേക്ക് ഇറക്കണമെങ്കിൽ ഇറക്കാം. അപ്പോൾ എന്തോരം ഇറക്കം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി മുട്ടിന് മേലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അതാണ് ഫുൾ ലെങ്ത്ത്. ചെസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് 21 ഇഞ്ച് എന്ന് പറയുന്നത് ചെസ്റ്റ് നമ്മൾ ബ്രസ്റ്റിൻ്റെ മേലെ കൂടെ ടേപ്പ് വട്ടനെ പിടിക്കണം. അങ്ങനെയാണ് 21 ഇഞ്ച് വരുന്നത്. പിന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്തോരം ഇറക്കം വേണം ടോപ്പിന്, അതായത് ഈ ഒരു പോർഷന് എന്തോരം ഇറക്കം വേണം എന്നുള്ളതാണ്. ചിലർ പൊക്കിളിൻ്റെ അത്ര എടുക്കും, ചിലർ നമ്മുടെ കൈയുടെ മടക്കുണ്ടല്ലോ മടക്കിന് നേരെ വെച്ചെടുക്കും, അല്ലെങ്കിൽ പൊക്കിളിനെ തൊട്ട് താഴെ ഇറക്കിയെടുക്കും, കയറ്റിയെടുക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അതാണ് വേസ്റ്റ് ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ 8.5 എടുത്തേക്കണേ. വേസ്റ്റ് 19. അതായത് നമ്മൾ എവിടെ നിന്നാണോ വേസ്റ്റ് ലെങ്ത്ത് എടുത്തേക്കണേ അവിടെ നിന്ന് നമ്മൾ വട്ടനെ, നമ്മുടെ ബോഡിക്ക് ചുറ്റും നമുക്ക് വട്ടനെ ടേപ്പ് പിടിച്ച് നമുക്ക് എത്ര കിട്ടണമെന്ന് നോക്കാം. അതാണ് 19.5. ഇത്ര അളവുകൾ മാത്രം മതി. ഇനി നമുക്ക് ഇതൊരു പെറ്റിക്കോട്ടിൽ 2 പീസ് പോലെ മേൽഭാഗവും കീഴ്ഭാഗവും സെപ്പറേറ്റ് എന്ന രീതിയിലായിരുന്നു നമ്മൾ പെറ്റിക്കോട്ടിൽ കട്ട് ചെയ്തിരുന്നത്. പക്ഷേ സൈഡ് ഗാദേഡ് ഫ്രോക്കിൽ നമ്മൾ സിംഗിൾ തുണി, ഒറ്റൊരു തുണിയിൽ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി 0 to 1 എന്ന് പറയുന്നത് എനിക്ക് ഫുൾ ലെങ്ത് 27 ഇഞ്ച് കിട്ടി. അതിനോട് 1.5 ഇഞ്ച് ആഡ് ചെയ്യണം. കാരണം 1/2 ഇഞ്ച് മുകളിൽ തയ്ക്കാൻ പോകും, 1 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കണം. അങ്ങനെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് നമുക്ക് 28.5 ഇഞ്ച് കിട്ടും. അതായത് 0 to 1. അടുത്ത 0 to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സൈഡിലേക്ക് നമ്മുടെ ബോഡിയുടെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു സൈഡിലേക്ക്, അതായത് ആം ഹോളിൻ്റെ അവിടത്തോളം വരെയുള്ള അളവാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അത് 0 to 2. അത് ഞാൻ അടയാളപ്പെടുത്തുന്നത് ചെസ്റ്റ് നമുക്ക് 21 കെട്ടി അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 18 ഇഞ്ച് മുതൽ 29 ഇഞ്ച് വരെ ഉള്ളവർക്ക് 3 ഇഞ്ച് ലൂസാണ് നമ്മൾ ആഡ് ചെയ്യണമെന്നുള്ളത്. അതാണ് ചെസ്റ്റിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തു. അത് ഡിവൈഡ് ബൈ 4, അതായത് 21 + 3 ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടി. 24ൻ്റെ 4 എടുക്കുക, അപ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടി. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. തയ്യൽ തുമ്പ് നമുക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്താം, 2 ഇഞ്ച് അടയാളപ്പെടുത്താം, 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത്. തയ്യൽ തുമ്പ് എന്തായാലും 1 ഇഞ്ചെങ്കിലും ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു പൊടിക്ക് ടൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരിത്തിരി അഴിച്ചിടാനും ലൂസാക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് 1 ഇഞ്ചെങ്കിലും മിനിമം നിങ്ങൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്താലാണ് നമുക്ക് ഡ്രസ്സ് ടൈറ്റ് ആകുമ്പോൾ ലൂസാക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ചില തുണികൾ എന്ന് പറഞ്ഞാൽ തിരുമ്മി കഴിയുമ്പോൾ ചുരുങ്ങിപ്പോവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ച് ടൈറ്റ് വരും. അപ്പോൾ എന്തായാലും നമുക്ക് കുത്തഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കുത്തഴിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഷേപ്പിനെ ആക്കാനായിട്ട് തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുക്കണം. ചിലർ 2 ഇഞ്ച് വരെ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ 6 + 1.5 എന്ന് പറയുമ്പോൾ 7.5 കിട്ടി. അടുത്ത് 0 to 3 എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ലെങ്ത്ത്. നമുക്ക് എന്തോരം ഇറക്കം വേണമെന്ന് വെച്ചാൽ അതാണ്. അത് 0 to 3 അവിടെ 8 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 3 to 4 എന്ന് പറയുന്നതും 0 to 2 എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അത് നമുക്ക് 7.5 കിട്ടി. കണ്ടോ, 0 to 2 നമുക്ക് 7.5 കിട്ടിയില്ലേ. അത് തന്നെയാണ്, കാരണം നമുക്കൊരു ബോക്സ് പോലെയാണല്ലോ നമ്മൾ വരച്ചേക്കുന്നത്. ഇത്രയാണ് ഇതിലുള്ളത്. ഇനി ഇവിടുന്ന് 3 to 5, അതായത് ഇവിടത്തോളം സൈഡ് ഗാദേഡ് ഫ്രോക്ക് ആയതുകൊണ്ട് ഈ സൈഡിലാണ് നമ്മൾ എന്താ പറയുക ചുരുക്കിടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തോരം വീതി ഇവിടെ കൊടുക്കണം എന്ന് അറിയണമല്ലോ. അതായത് സിംഗിൾ പീസ് തുണിയാണ്. അപ്പോൾ അതിൽ 3 to 5 നമ്മൾ എടുക്കണത്. 0 to 2 നമുക്ക് എത്ര കിട്ടിയോ അതിൻ്റെ 2 ഇരട്ടി. 0 to 2 നമുക്ക് 7.5 കിട്ടിയെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 15. തയ്യൽ തുമ്പടക്കാട്ട് 7 വന്നേക്കുന്നത്. അതിൻ്റെ 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 15 ഇഞ്ച്. അപ്പോൾ 3 to 5 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് നമുക്ക് 15 ഇഞ്ചോളം തുണി ആവശ്യം വരുന്നുണ്ട്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു.
പിന്നെ നമുക്ക് 6 to 7, അതായത് ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ 3 to 5 തന്നെയാണ് 1 to 6 കിട്ടുന്നത്. നമുക്ക് 6 to 7 നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്താൻ, നമ്മൾ ഈ 1 to 6ൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ചിരിച്ച് നമ്മളിങ്ങനെ വരയ്ക്കും. അല്ലെങ്കിൽ നമ്മുടെ ഉടുപ്പിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ തൂങ്ങിപ്പോവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ 7 to 6 നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഇങ്ങനെ ചിരിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ അത് ഞാൻ കട്ടിങ് വീഡിയോയിലും സ്റ്റിച്ചിങ് വീഡിയോയിലും കാട്ടിത്തരുന്നതായിരിക്കും. എന്നിട്ട് 4 to 8 വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്യും. ഇത്ര ഭാഗം മാത്രം നമ്മൾ ഈ ടോപ്പിൻ്റെ ഈ പോർഷനിൽ നിന്ന് ഇത്ര ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഈ 8 to 5 വരെ ഉള്ളതില്ലേ നമ്മൾ ചുരുക്കിട്ട് ഈ ഒരു ഗ്യാപ്പിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നമ്മൾ സിംഗിൾ ഫ്രോക്ക് എന്ന രീതിയിലേക്ക് ആക്കണം. 2 സെപ്പറേറ്റ് തുണിയല്ല, ഒറ്റ തുണിയാണ്. ഇവിടെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റിച്ചിങ് വരുമ്പോൾ ഇവിടെ മാത്രമേ സ്റ്റിച്ചിങ് വരുള്ളൂ. അപ്പോൾ 8 to 5 വരെ ഉള്ളത് നമ്മൾ കുഞ്ഞു ചുരുക്കിയിട്ട് 8 to 4ലേക്ക് നമ്മളത് കൊള്ളിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് 0 to 9. 0 to 9 എന്ന് പറയുമ്പോൾ ഷോൾഡറാണ്. ഇവിടെ നമുക്ക് ചെസ്റ്റ് 21 ഇഞ്ച് ആയതുകൊണ്ട് നമ്മൾ മെഷർമെൻറ്റ് ചാർട്ടിൽ 21 ഇഞ്ച് എടുത്തു. 21 ഇഞ്ച് എടുത്തു. അതിൽ നമുക്ക് വരുന്നത് 0 to 9 നമുക്ക് എത്രയാണെന്നുള്ളതാണ്. 0 to 9 എന്ന് പറയുന്നത് ഷോൾഡറാണ്. 21 ഇഞ്ചിൽ ഷോൾഡർ നമുക്ക് 4 ഇഞ്ച് കിട്ടി. പിന്നെ 9 to 10 എന്ന് പറയുന്നത് ആം ഹോളാണ്. അതും നമുക്ക് 4 ഇഞ്ചിന് കിട്ടി. അടുത്ത് 0 to 11 നെക്ക് വെടുത്താണ്. അത് നമുക്ക് 1.5 കിട്ടി. 11 to 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് ഡെപ്താണ്. നമുക്ക് 3.5 കിട്ടി. ഈ മെഷർമെൻറ്റ് ചാർട്ട് കറക്റ്റാണ്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അളവ് വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇത്ര കാര്യങ്ങളാണ് സിമ്പിൾ സൈഡ് ഗ്യാതേർഡ് ഫ്രോക്കിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞു തരുന്നത് ക്ലിയർ അല്ല, ഇനി വേറെ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് നിങ്ങൾക്ക് വല്ല സജഷൻ ഉണ്ടെങ്കിൽ അതും എന്നോട് പറയുക. ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്നതിൽ ശ്രമിക്കാം. നിങ്ങൾക്കത് ഉപകാരത്തിൽപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ അത് ലൈക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഇന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യുക. താങ്ക് യു.